കേരളത്തിൽ യോഗ്യതയുള്ള സർക്കാർ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുന്നതിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംവിധാനമാണ് PSC. എന്നാൽ അതിന്റെ ചെയർമാനും മെമ്പർമാർക്കും അടിസ്ഥാനപരമായി യാതൊരു യോഗ്യതയും വേണ്ട. അത് മാത്രമല്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി മാറി മാറി പിടിച്ചാൽ മതി എന്ന് പറയുന്ന ഭീകര വസ്തുത ഈ ഇന്ത്യയിൽ, ഈ ഭൂമിയിൽ, കേരളത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ 20 രാഷ്ട്രീയ കോമാളികളെയാണ് മാസം തോറും നമ്മൾ തീറ്റിപ്പോറ്റുന്നത്. കേന്ദ്ര സർവീസിൽ അത് വെറും 7 പേരാണ്. അതിൽ 5 പേർ സിവിൽ സർവീസിൽ ഇരിക്കുന്നവരോ സിവിൽ സർവീസ് കഴിഞ്ഞവരോ ആകുമ്പോൾ ഒരാൾ ഇന്ത്യൻ ആർമിയിൽ റിട്ടയർ ചെയ്ത വ്യക്തിയും മറ്റൊരാൾ ഉന്നതമായ അക്കാദമിക് നിലവാരം പുലർത്തുന്ന വ്യക്തിയുമായിരിക്കണം. ഈ ഉള്ള കോമാളികൾക്കാണ് കേരളത്തിൽ ഇനി മുതൽ മാസം 3.5 ലക്ഷത്തിലധികം രൂപ ശമ്പളമായി കൊടുക്കാൻ പോകുന്നത്. അവരുടെ ആവശ്യം 2016 മുതൽ ഇത് നടപ്പിലാക്കണം എന്നതാണ്. അങ്ങനെയാണെങ്കിൽ 6 വർഷം 62 വയസ്സാണ് ഇവരുടെ കാലാവധിയെങ്കിൽ ഒരു മാസം നിലവിലത്തെ സാഹചര്യത്തിൽ ഇവർ കിട്ടാൻ പോകുന്നത് 1,57,00,000 രൂപയാണ്. അവരുടെ ശമ്പളമാണ് ജില്ലാ ജഡ്ജിക്ക് തുല്യമായ സൂപ്പർ ടൈം സ്കെയിലോട്ട് മാറ്റുന്നത്. അംഗൻവാടി വർക്കേഴ്സിന് ശമ്പളമില്ല, ആശാ വർക്കേഴ്സ് റോഡിലാണ്, അധ്യാപകർക്ക് ശമ്പളം കിട്ടാത്തതിൽ ആത്മഹത്യ ചെയ്യുന്നു, പോലീസുകാരെ റിക്രൂട്ട് ചെയ്യുന്നില്ല. അതിന് പുറമെ ഇവർക്ക് ശമ്പളം, പെൻഷൻ, ദഫേദാർ, TA, DA ഇതെല്ലാം കൊടുത്ത് ഈ കോമാളികളെ തീറ്റിപ്പോറ്റാൻ നമ്മൾ ഇനിയും സഹിക്കണമെന്ന് ആലോചിച്ച് നോക്കുക. ഈ നാട്ടിലെ രാഷ്ട്രീയ അടിമത്തം പേരാത്ത ചെറുപ്പക്കാരോട് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ: പ്രതികരണവും പ്രതിഷേധവും കമന്റ് ബോക്സിൽ മാത്രമാക്കി മാറ്റരുത്. മറിച്ച് റോഡിലിറങ്ങ്, PSC ചെയർമാൻ മുമ്പിൽ കരിങ്കോടി കാണിക്ക്, ഞാൻ നിൽക്കാം, എന്റെ പ്രസ്ഥാനം കൂടെ നിൽക്കാം, താല്പര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാ, പ്രതിഷേധിക്കണ്ടേ, പ്രതികരിക്കണ്ടേ. ഇത്